മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടി വെച്ച് എങ്ങനെ സ്പെഷ്യൽ പുട്ടുണ്ടാക്കാൻ നോക്കാം കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായി ചൂടുവെള്ളത്തിൽ വാട്ടി കുഴച്ചെടുത്തതിന് ശേഷം ഈ വീഡിയോ കാണുന്ന പോലെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ടോ നീളനായിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ പുട്ടുംകുറ്റിയിലോ അല്ലെങ്കിൽ ചിരട്ടപ്പുട്ടുണ്ടാക്കുന്ന പാത്രത്തിലോ വെച്ച് നന്നായി തേങ്ങയൊക്കെ ഇട്ടുണ്ടാക്കാവുന്ന ഒരു സ്പെഷ്യൽ പുട്ടാണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഈവനിങ് ചായയുടെ കൂടെ ആയിട്ടും ഒക്കെ കഴിക്കാവുന്ന ഒരു സാധനമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. നല്ലപോലെ തേങ്ങയൊക്കെ ഇട്ട് ശരിക്കും പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി റെസിപ്പിയാണ്. അതുപോലെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ പിള്ളേർക്ക് ഇതിൻ്റെ ഷേപ്പും ഇതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ കഴിക്കാൻ. ഞങ്ങളൊക്കെ അങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ എൻ്റെ അമ്മച്ചി ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരു സ്പെഷ്യൽ പുട്ട് തന്നെയാണ് കേട്ടത്. എനിക്കിത് ചായയുടെ കൂടെ വെറുതെ കഴിക്കാനാണ് എൻ്റെ ഇഷ്ടം. പലരും പല രീതിയിൽ ഇത് കഴിക്കും. പാലും പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കുന്നവരുണ്ട്, അതുപോലെ കറി കൂട്ടി കഴിക്കുന്നവരുണ്ട്, അതുപോലെ ചായയുടെ കൂടെ കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. എങ്ങനെ കഴിച്ചാലും നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. അതുപോലെ ഇത് ആവിയിലൊക്കെ വെന്ത് വരുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുമാണ്. നല്ലപോലെ തേങ്ങയൊക്കെ ചേർത്ത് നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ടൊക്കെ ഉണ്ടാക്കി പല ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കാണിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാനും തോന്നും. എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഇതറിയുന്ന ഒത്തിരി പേരുണ്ടാവും കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ചെയ്ത ഒരു റെസിപ്പിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ ഓർത്ത് ഡിന്നറായിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെ വേണേൽ ഇത് കഴിക്കാം, നമുക്ക് വെറുതെ കഴിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അറിയാത്തവർ അല്ലെങ്കിൽ ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.